എന്തൊരു വ്യത്യാസമാണ് ഇവന് വന്നിരിക്കുന്നത്. അവൻ പറയാണ്, യേശുവേ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നീ എന്നെ കാണുമെന്ന്. ഞാൻ നിന്നെ ഒന്ന് കണ്ടേച്ച് പോകാൻ വന്നതാണ്. പക്ഷേ എൻ്റെ വീട്ടിലോട്ട് നീ വരുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല. എൻ്റെ വീട്ടിലോട്ട് വരത്തക്ക രീതിയിലുള്ള യോഗ്യത എനിക്ക് ഇപ്പോഴത്തെ സ്റ്റേജിലില്ല. പക്ഷേ നീ എനിക്കൊരു രൂപാന്തരം വരുത്താൻ ആവശ്യമുണ്ട്. യേശു അവൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി കളഞ്ഞു. ഈ പണം ഉണ്ടാക്കുന്ന ധനികനായ, കാശ് മാത്രം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടാക്സ് കളക്ടേഴ്സ് ആർ ആഫ്റ്റർ മണി. നിങ്ങൾക്കറിയാമല്ലോ, പണം പിടിക്കാനും പണം ഉണ്ടാക്കാനും മാത്രം നടക്കുന്ന ഈ മനുഷ്യൻ ആദ്യം പറയുന്നത്, എൻ്റെ സ്വത്തിൽ നേർപകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കാം. രൂപാന്തരം വന്നോ? രൂപാന്തരം വന്നെന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം മനസ്സിലാക്കണം. രൂപാന്തരം വന്നാൽ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാകും. ഇവിടെ എല്ലാ ക്രൂസൈഡുകാരും വന്ന് പ്രസംഗിക്കുന്നത്, നിങ്ങൾ ഒത്തിരി ക്രൂസൈഡിനൊക്കെ പോയിട്ടുണ്ടല്ലോ, എല്ലാവരും പ്രസംഗിക്കുന്നത് യേശുവിനെ അനുഗമിച്ച ഉടനെ നിങ്ങൾക്ക് അങ്ങ് എല്ലാവർക്കും കാശുണ്ടാകും, അതുണ്ടാകും, ഇതുണ്ടാകും എന്നൊക്കെയാണ്. പക്ഷേ ശരിക്കും യേശുവിൻ്റെ പിന്നാലെ പോയാൽ നിങ്ങൾക്ക് നഷ്ടമേ ഉണ്ടാകത്തുള്ളൂ. സക്കായിക്ക് ലാഭമൊന്നും ഉണ്ടായില്ലല്ലോ. സക്കായിയോട് കർത്താവ് പറഞ്ഞില്ലല്ലോ, സക്കായി നീ ഇപ്പോൾ ഒരു ടാക്സ് കളക്ടർ ആണെങ്കിൽ ഞാൻ നിന്നെ ഇവിടുത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആക്കാൻ പോകുകയാണ് എന്നെല്ലാം പറഞ്ഞു. ഒന്നുമില്ലല്ലോ. അവൻ്റെ ശമ്പളം, അവൻ എന്താണ്, അവൻ അന്നുവരെ അവന് കമ്പാഷൻ ഉണ്ടാകുന്നുണ്ടോ? അവൻ യേശുവിൻ്റെ സ്വഭാവം വന്നത് കണ്ടോ? യേശു രൂപാന്തരപ്പെടുത്തിയാൽ അവന് യേശുവിൻ്റെ സ്വഭാവം ഉണ്ടാകും. അവൻ പാവങ്ങളെക്കുറിച്ചും എന്താണ് ദരിദ്രന്മാരെക്കുറിച്ചും അവന് ഭയങ്കര കൺസേണായി. യേശുവിൻ്റെ പിന്നാലെ പോയിട്ട് ദരിദ്രന്മാരെക്കുറിച്ച് കൺസേൺ ഒന്നും ഇല്ലെങ്കിൽ അവരുടെ മാനസാന്തരത്തെ നിങ്ങൾ ഒന്നുകൂടെ തിരക്കണം, ശരിയാണോ ഇല്ലയോ എന്ന്. ഇത് കഴിഞ്ഞ് യേശുവിൻ്റെ പിന്നാലെ പോയെന്ന് പറഞ്ഞ് പള്ളിയിൽ പോയി തമ്പേറടിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യാസം നാട്ടുകാരോടൊന്ന് അറിയണം. നാട്ടുകാരറിയുമല്ലോ. കാര്യം ഇവനെന്താണ്, ചതിവായി വാങ്ങിയതെല്ലാം 4 മടങ്ങ് മടക്കി കൊടുക്കും. അപ്പം ഞാൻ ആലോചിച്ചിട്ട് ഇതെങ്ങനെ മടക്കി കൊടുക്കുമെന്ന്. ഇത് മടക്കി കൊടുക്കണമെങ്കിൽ അവൻ എവിടെല്ലാം പോയാൽ പറ്റും? ഈ ചുങ്കം പിടിച്ച സ്ഥലത്തല്ല ഇവൻ ബോർഡ് വെച്ച് കാണും. ആരെങ്കിലും, ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളോട് ടാക്സി പിടിച്ച കൂട്ടത്തിൽ ആരെങ്കിലും ഞാൻ ചതിവായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ തരുന്നതാണ്. ബൂത്ത് വെച്ച് ജനുവരി 21 ഇന്ന സ്ഥലത്ത് നമ്മൾ എന്താണ് ഓരോ ബൂത്ത് വെച്ചിരിക്കുന്ന പോലെ ബൂത്ത് വെച്ച്. അപ്പോൾ ഇവൻ്റെ മാനസാന്തരം പിന്നെ ആരോടാ പറയേണ്ടത്? ആ നാട്ടുകാർ മുഴുവൻ മനസ്സിലാക്കി. കണ്ടോ, സക്കായിക്ക് വന്ന വ്യത്യാസം കണ്ടോ? അവനെ യേശു സ്പർശിച്ചു, അവനെ യേശു തൊട്ടു, അവൻ മാറി. ഇത് നാട്ടുകാർ പറയണം, അവനെ യേശു തൊട്ടു, അവൻ മാറി. അത് പറയാൻ കഴിയാത്ത ഒരാളുടെ മാനസാന്തരത്തിനകത്തൊന്നും എനിക്ക് വിശ്വാസമൊന്നുമില്ല. നാട്ടുകാർ നമ്മളെ നോക്കി പറയണം, അവൻ മാറി, അവന് വ്യത്യാസമായി, അവനെ യേശു സ്പർശിച്ചു. സക്കായി യേശുവിനെ തെരഞ്ഞു ചെന്നു എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നറിയാമോ? യേശു സക്കായിയെ തിരക്കി ചെല്ലുകയായിരുന്നു. കാര്യം ശ്രദ്ധിച്ചോ നിങ്ങൾ? യേശു സക്കായിയെ തിരക്കി പോവുകയായിരുന്നു. എന്നാൽ സക്കായി യേശുവിനെ തിരക്കി പോകുന്നതാണ് നമ്മൾ കണ്ട ചരിത്രം. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് അറിയാമോ? യേശു ഇപ്പം സക്കായിയെ തിരക്കി പോവുകയാണ്. കാര്യം എക്സാക്ട്ലി അവൻ എവിടെ ഇരിക്കുന്നോ ആ അത്തിയുടെ കീഴെ ചെന്ന് മുകളോട്ട് നോക്കുകയാണ്. ഇപ്പോൾ ആരാണ് തിരക്കി പോയത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യേശുവാണ് തിരക്കി വരുന്നത്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ. പ്രിയമുള്ളവരെ, എൻ്റെ വാക്കുകൾ കേട്ട് വീട്ടിലൊക്കെ ഒളിച്ചിരിക്കുന്നവർ കാണുമായിരിക്കും. ഞാൻ പറയട്ടെ, അവിടെ പോയിരുന്നിട്ടോ ഇവിടെ പോയിരുന്നിട്ടോ ഒന്നും കാര്യമൊന്നുമില്ല. നിങ്ങളെ തിരക്കി യേശു അങ്ങോട്ട് വരികയാണ്. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് യേശു വരികയാണ്. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് യേശു വന്നിട്ട് പറയുകയാണ്, എനിക്ക് നിന്നെ കാണണം. ഇന്ന് രാത്രിയിൽ യേശുവിൻ്റെ തീഷ്ണതയുള്ള കണ്ണുകൾ നിങ്ങളെ കാണട്ടെ. വേഗം ഇറങ്ങി വരിക. നിങ്ങളുടെ അവസ്ഥ എന്താണെങ്കിലും, നിങ്ങൾ ഏത് രീതിയിലാണെങ്കിലും ഇറങ്ങി വരുന്നെങ്കിൽ നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ളവനായ യേശു തന്നെയല്ല. അവൻ വന്നിട്ട് തിരികെ പോവുകയല്ല. നമ്മളൊരു പക്ഷേ യേശുവിനെ കാണാൻ അങ്ങോട്ട് പോയതായിരിക്കാം. പക്ഷേ യേശു പറയാണ്, ഇല്ല, ഞാൻ നിന്നെ തിരക്കി വന്നു. നിന്നെ തിരക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് നിന്നെയും കൂട്ടിക്കൊണ്ട് നിന്റെ വീട്ടിലേക്ക് ഞാൻ വരികയാണ്. ഇന്ന് യേശു കർത്താവ് നിങ്ങളെ കാണാൻ വരുന്നത് തന്നെയല്ല, നിങ്ങളെ കണ്ടേച്ച് അവനങ്ങ് പോവുകയുമല്ല. നിങ്ങളുടെ ഭവനത്തിലേക്ക് താമസിക്കാൻ, നിങ്ങളുടെ വീട്ടിലേക്ക് താമസത്തിന് അവൻ വരികയാണ്. നിങ്ങളൊരു ഭക്ഷണമൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട. ഭക്ഷണമേശയിലെ അദൃശ്യനായ അതിഥി എന്നൊക്കെയാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. ഭക്ഷണമല്ല അവൻ നോക്കുന്നത്, അവൻ നിങ്ങളെയാണ് നോക്കുന്നത്. നിങ്ങളുടെ കുടുംബജീവിതം ദൈവത്തിന് കൊടുക്കുക, നിങ്ങളുടെ സ്വകാര്യ ജീവിതം ദൈവത്തിന് കൊടുക്കുക, നിങ്ങളുടെ ഒഫീഷ്യൽ ലൈഫ് ദൈവത്തിന് കൊടുക്കുക, നിങ്ങളുടെ മറ്റുള്ളവരോടുള്ള ഇടപാടുകൾ ദൈവത്തിന് കൊടുക്കുക. നിങ്ങളുടെ ജീവിതത്തിനൊരു രൂപാന്തരം യേശു ഉള്ളിൽ വന്നാൽ വലിയ രൂപാന്തരമാണ് സംഭവിക്കാൻ പോകുന്നത്. സക്കായി വേഗത്തിൽ ഇറങ്ങി വന്നു. പതിയെ അല്ല, വേഗത്തിൽ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നിങ്ങൾ എവിടെയായിരുന്നാലും, എൻ്റെ വാക്കുകൾ കേൾക്കുന്ന ആരായിരുന്നാലും, ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കുക. നമ്മളൊരു പക്ഷേ ഈ സക്കായിയെ പോലെയൊക്കെ തന്നെയാണ്. വലിയ വിശുദ്ധരാണെന്നൊന്നും ആരും പറയണ്ട. നമുക്കറിയാമല്ലോ, നമ്മൾ ഇതിൽ നിന്നൊന്നും വലിയ വ്യത്യസ്തരല്ല. യേശുവിനെ അനുഗമിക്കണമെന്നുള്ള വലിയ മോഹത്തോടു കൂടെ ഒന്നും ആയിരിക്കില്ല നിങ്ങളൊരു പക്ഷേ ഇത് കേൾക്കാനിരുന്നത്. നിങ്ങൾ യോഗത്തിന് വന്നിരുന്നത്, കേൾക്കാൻ തുടങ്ങിയത് ഒരു കാഷ്വലായിട്ട് കേട്ടേക്കാം എന്നൊക്കെ ആയിരിക്കാം ചിന്തിച്ചത്. പക്ഷേ കേട്ടേച്ച് പോകാനല്ല ദൈവം നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ഒരു വലിയ രൂപാന്തരം യേശു നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. യേശുവിനെ മറയ്ക്കാൻ ഒന്നും നോക്കരുത്, ദയവ് ചെയ്ത്. അത് നടക്കത്തില്ല. നിങ്ങളുടെ ഏത് കാട്ടത്തികളിൽ നിങ്ങൾ കയറിയിരുന്നാലും, എന്ത് ഇലകൾ കൊണ്ട് മറയ്ക്കാൻ പരിശ്രമിച്ചാലും, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളും, എല്ലാ പാപങ്ങളും, എല്ലാ സ്വഭാവങ്ങളും, എല്ലാ നന്മയും എല്ലാ തിന്മയും, നിങ്ങൾ ആരാണോ അതായി തന്നെ നിങ്ങളെ കാണുന്ന ഒരു യേശുവുണ്ട്. ഇന്ന് രാത്രിയിൽ ആ യേശു നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങൾ വിശ്വാസിയായിരിക്കാം, അവിശ്വാസിയായിരിക്കാം,
ഹിന്ദു ആയിരിക്കാം, ക്രിസ്ത്യാനി ആയിരിക്കാം, ഇതൊന്നും വിഷയമല്ല. നിങ്ങൾ ആരാണെങ്കിലും യേശു നിങ്ങളെ കാണുന്നുണ്ട്. ആ യേശുവിനെ നിങ്ങളെ കൊണ്ട് ചില ഉദ്ദേശങ്ങളുണ്ട്. നിങ്ങൾക്കൊരു പുതിയ ജീവിതം തരാൻ യേശുവിന് ആഗ്രഹമുണ്ട്. യേശുവിൻ്റെ അടുത്തേക്ക് വരാൻ നിങ്ങൾക്ക് മടിയാണെങ്കിൽ അങ്ങനെ മടിക്കേണ്ട കാര്യമില്ല എന്ന് യേശു പറയുന്നു. നിങ്ങൾ മറഞ്ഞിരുന്നാലും നിങ്ങൾ മറച്ചു വെച്ചാലും അവനൊന്നും മറവായിരിക്കുന്നില്ല. നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ജീവിതം, അതിൽ നിങ്ങൾ അസംതൃപ്തി, ധനികനായ സക്കായിക്ക് അവൻ്റെ ധനത്തിൽ സംതൃപ്തി കണ്ടെത്താൻ പറ്റിയില്ല. അവൻ്റെ ഉദ്യോഗത്തിൽ സംതൃപ്തി കണ്ടെത്താൻ പറ്റിയില്ല. നമ്മളൊക്കെ സംതൃപ്തിക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. പണം ഉണ്ടാക്കാൻ നോക്കി, വല്ല സംതൃപ്തി ഉണ്ടായോ? കുടുംബ ബന്ധങ്ങളിൽ എന്തെല്ലാം തകർച്ചകളാണ് ഉണ്ടായത്. കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം കൊടുത്ത് പഠിപ്പിക്കാൻ നോക്കി, അവരവിടെ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞിട്ട് ശരിക്കും കുടുംബ ബന്ധങ്ങളിൽ എത്ര വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. എത്രയോ പ്രതിസന്ധികളാണ് നമ്മുടെ കുടുംബങ്ങളിൽ. ധനികരാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ. അതൊക്കെ മറച്ചു വെക്കാനായിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചിലരിക്കുന്നത് കള്ളു കുടിച്ചാൽ ഇതിനകത്ത് അതെല്ലാം മുക്കിക്കളയാമെന്നാ. ഇല്ല സഹോദരങ്ങളെ, നിങ്ങൾ മദ്യപിച്ചാലോ, നിങ്ങൾ പണം സ്പെൻഡ് ചെയ്താലോ, നിങ്ങൾ സുഖത്തിന് വേണ്ടി എത്ര പരിശ്രമിച്ചാലോ, നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള മത ആചാരങ്ങളിലൂടെയോ കർമ്മങ്ങളിലൂടെയോ എന്തെങ്കിലും ചാരിറ്റിയൊക്കെ ചെയ്ത് കുറച്ച് പൈസ ആർക്കെങ്കിലും പാവങ്ങൾക്ക് കൊടുത്തൊക്കെ ഇതൊക്കെ അങ്ങ് നേരെയാക്കാമെന്നൊക്കെ ചിന്തിച്ചാൽ ഒന്നും നടക്കത്തില്ല. നിങ്ങളുടെ ജീവിതത്തെ മുഴുവനായും കാണുന്നവനായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ തന്നെ സമർപ്പിക്കുക. നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് വന്നു നിന്ന് അവനിന്ന് നിങ്ങളോട് നിങ്ങളുടെ പേര് പറയുന്നു. രാജു, റോയി, റജി, സാജു, മാത്യു, സൂസി, നിങ്ങളുടെ പേരെന്താണോ അത് വിളിച്ചുകൊണ്ട് അവൻ പറയാണ്, നീ വേഗം ഇറങ്ങി വാ. നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് നീ ഒന്ന് ഇറങ്ങി വാ. എന്നെ ഒളിച്ച് പല കാര്യങ്ങൾ മറച്ചു വെച്ച് അതിൽ നിന്ന് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമെന്നൊക്കെ നീ ചിന്തിച്ചിരിക്കുകയല്ല. ഇല്ല, നിനക്കതിന് കഴിയത്തില്ല. നിനക്കെന്നെ ഒളിക്കാൻ കഴിയത്തില്ല. യേശുവിനെ ഒളിക്കാൻ നിങ്ങൾ കഴിയത്തില്ല. ദൈവത്തെ ഒളിക്കാൻ നിങ്ങൾ കണ്ടെത്തിയ നിങ്ങളുടെ സകല മാർഗങ്ങൾ ഉപേക്ഷിക്ക്. ആ അത്തികളെയൊക്കെ വിട്ട് ഇറങ്ങി വാ. വേഗത്തിൽ, കുറേശ്ശെയല്ല, വേഗത്തിൽ ഇന്ന് ഞാൻ നിന്നോടുകൂടെ പാർക്കേണ്ടതാകുന്നു. യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസം വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ഭവനത്തിലേക്ക് വന്നാൽ അതൊരു വ്യത്യസ്തമായ ഭവനമായിരിക്കാം. ഐ അഷ്വർ യു, ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾ ഈ യേശുവിൻ്റെ വാക്കുകളെ കേട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ അത്തികളിൽ നിന്ന് ഇറങ്ങി വന്ന് അവൻ്റെ പിന്നാലെ പോകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ വരുത്തുന്ന രൂപാന്തരം നമ്മുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തുവാനും നമ്മൾ അവന് വേണ്ടി ഏൽപ്പിച്ച് അവൻ ഒരു ഇൻടേക്കായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്ന് എൻ്റെ പാപത്തിൻ്റെ രോഗത്തെ എല്ലാം മായ്ച്ചു കളയുന്ന ഒരു ആൻറ്റിബയോട്ടിക്, എൻ്റെ ബാക്ടീരിയൽ ഇൻഫെക്ഷനെ മാറ്റുന്നത് പോലെ എൻ്റെ പാപത്തിൻ്റെ എല്ലാ ഇൻഫെക്ഷൻസും മായ്ച്ചു കളയാനായിട്ട് അവന് കഴിയും. അത് കഴിയും. ഇനി അത് താമസിക്കരുതേ. പ്രായമായിട്ടാകട്ടെ എന്ന് ചിന്തിക്കരുത്. കുറേ കൂടെ കഴിയട്ടെന്ന് ചിന്തിക്കരുത്. ഒരുപക്ഷെ നിങ്ങൾക്ക് അതിനുള്ള അവസരം കിട്ടിയെന്നിരിക്കത്തില്ല. അല്ലെങ്കിൽ തന്നെ എന്തിനാണ് നിങ്ങളുടെ ലൈഫ് കളയുന്നത്? എന്തിനാണ് നിങ്ങളുടെ കുടുംബജീവിതം കളയുന്നത്? എന്തിനാണ് യേശുവില്ലാതെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമാധാനം കളയുന്നത്? യേശുവുള്ള ജീവിതം സമാധാനമുള്ള ജീവിതമാണെന്ന് ഞാൻ ഉറപ്പായിട്ട് പറയുന്നു. 37 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നു. യേശുവുള്ള ജീവിതം, ആ കുടുംബജീവിതം, ആ വ്യക്തിപരമായ ജീവിതം, സാമൂഹിക ജീവിതം, സന്തോഷത്തിൻ്റെ ആ നുരഞ്ഞു പൊന്തുന്ന സന്തോഷം, എബൗണ്ടിങ് ജോയ്, ഐ അഷ്വർ യു, ആ യേശു എനിക്ക് തന്ന സന്തോഷം നിങ്ങൾക്ക് തീർച്ചയായും തരും. നിങ്ങൾക്കൊരു പുതിയ കുടുംബ ജീവിതം തരും. നിങ്ങൾക്കൊരു പുതിയ ആത്മബന്ധം തരും. ദൈവമായിട്ടുള്ളൊരു ബന്ധം തരും. നിങ്ങൾക്ക് അയൽവക്കക്കാരുമായിട്ടും മറ്റുള്ളവരുമായിട്ടും എല്ലാം ഒരു പുതിയ ബന്ധം തരും. നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിലെ നിങ്ങളുടെ സകല മലിനതകളെയും അവൻ നീക്കിക്കളയുവാൻ ശക്തനാണ്. പക്ഷേ ഒന്ന് ഇറങ്ങി വരിക, ആ അത്തിയിൽ നിന്ന് ഒന്ന് ഇറങ്ങി വരിക. പ്രിയമുള്ളവരെ, എല്ലാവരും കണ്ണുകളെ അടച്ചിരിക്കുമ്പോൾ ആരും കണ്ണുകളെ തുറക്കണ്ട. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ആരെങ്കിലും ഈ യേശു നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുകയും നിങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ ആഗ്രഹമുണ്ട്. കർത്താവേ, ഇതാ ഞാൻ ഇറങ്ങി വരുന്നു. പതിയെയല്ല, വേഗത്തിൽ തന്നെ ഇറങ്ങി വരുന്നു. ഇതാ ഞാൻ നിന്നെ സ്വീകരിക്കുന്നു. സങ്കടത്തോടെയല്ല, സന്തോഷത്തോടു കൂടെ ഇതാ ഞാൻ നിൻ്റെ മുൻപിൽ വന്ന് എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതിന് വേണ്ടി ഏൽപ്പിച്ചു തരുന്നു. എൻ്റെ ചതിവിനെ മുഴുവൻ മാറ്റിക്കളയാൻ, എൻ്റെ എല്ലാ ക്രൂരതയെയും മാറ്റി ആർദ്രതയുള്ള ഹൃദയം ഉണ്ടാകുവാനായിട്ട്, എൻ്റെ സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ടാക്കുവാനായിട്ട് ഞാൻ നിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് തരുന്നു. കർത്താവെ, എൻ്റെ മുന്നാലെ നടക്കുക. എൻ്റെ ഭവനത്തിലേക്ക് അതിഥിയായിട്ടല്ല, അവിടെ താമസിക്കേണ്ടതിന് വരിക. അവിടെ നിനക്ക് ഇഷ്ടമില്ലാത്തതൊന്നും സൂക്ഷിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ കുഞ്ഞുങ്ങളും
എൻ്റെ മാതാവും എൻ്റെ പിതാവും ഞങ്ങളെല്ലാം നിൻ്റെ വകയാണ്. നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായിട്ട് ആയിരിക്കണം. ഇങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ യേശുവിനോട് ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ അവരുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനോടൊന്ന് പറയാമോ? യേശുവേ, എൻ്റെ ഭവനത്തിലേക്ക് നീ ഒന്ന് വരണമേ. കർത്താവേ, എനിക്കൊരു രൂപാന്തരത്തെ തരണമേ. കർത്താവേ, എൻ്റെ ജീവിതത്തിന് വലിയൊരു വ്യത്യാസം വരുത്തണമേ. കർത്താവേ, ഞാൻ ആ അത്തിയിൽ നിന്ന് ഇറങ്ങി വരികയാണ്. എൻ്റെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു പക്ഷേ എൻ്റെ കൂട്ടുകാരനെ ഇനി നിന്ദിക്കുമായിരിക്കും, സാരമില്ല, എനിക്ക് നീ മതി. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ബന്ധുക്കൾ ഒരു പക്ഷേ എന്നെ ഉപേക്ഷിച്ചേക്കാം, സാരമില്ല, എന്നാലും എനിക്ക് നീ മതി. കാര്യം നീ തരുന്ന ഈ സമൃദ്ധി, സന്തോഷം, ആ ആത്മീക അവസ്ഥ അത് ഇവിടെ ലോകത്തിൽ അവസാനിക്കുന്നതല്ല, നിത്യതയോളം നീളുന്നതാണെന്ന് എനിക്കറിയാം. ആ നിത്യതയോളം നീളുന്ന ആ ആത്മീക അവസ്ഥയ്ക്ക് വേണ്ടി ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ കൈകളെ തരുന്നു എന്ന് പറയുന്നവർ, കരങ്ങളെ ഉയർത്തിയവർ, അതിനോടൊപ്പം തന്നെ ബാക്കി ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അവരുടെ കരങ്ങളെ ഉയർത്തി പറ, കർത്താവ്, എൻ്റെ കരം നിൻ്റെ കരത്തിലേക്ക് ഞാൻ തരികയാണ്. നിങ്ങൾ ഇരിക്കുന്ന എവിടെയാണെങ്കിലും അവിടെ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി നിങ്ങൾ തന്നെ ഒന്ന് പറ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ, ഈ സമയത്ത് നിൻ്റെ സാന്നിധ്യത്തിൽ ഒരു പുതിയ ജീവിതത്തിനായി സമർപ്പിച്ച വ്യക്തികൾക്കായി ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവരിരിക്കുന്ന ദൈവത്തെ കണ്ടെത്താനായും അവരുടെ കർത്താവെ പാപാവസ്ഥകളെ മറയ്ക്കാനുമായിട്ട് കണ്ടെത്തിയ എല്ലാ അത്തിയിലകളെയും മാറ്റിയിട്ട് വേഗത്തിൽ നിൻ്റെ സന്നിധിയിലേക്ക് ഇറങ്ങി വരാൻ അവരെ നീ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾ നിന്നെ കാണാനുള്ള മോഹത്തോടെ വന്നവരാ, പക്ഷെ നീ ഞങ്ങളെ തിരക്കി ഞങ്ങളുടെ വീട്ടിലേക്ക് താമസിക്കാനായിട്ട് ഞങ്ങളെ തിരക്കി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിൻ്റെ ശബ്ദം ഞങ്ങൾ കേൾക്കുന്നു. ഞങ്ങളുടെ പേര് വിളിച്ച് നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്ന കാര്യം ഇന്ന് ഈ രാത്രിയിൽ, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഒരു നിമിഷം ദൈവസന്നിധി പറയാൻ പറ്റുമോ? യേശുവേ, എൻ്റെ ഭവനത്തിലേക്കും എൻ്റെ ജീവിതത്തിലേക്കും നീ ഒന്ന് കടന്നു വരണമേ. യേശുവേ, എനിക്കൊരു രൂപാന്തരം വരുത്തണമേ. യേശുവേ, എൻ്റെ തകർന്ന കുടുംബ ബന്ധങ്ങളെ പണിയണമേ. യേശുവേ, എൻ്റെ തകർന്ന ജീവിതത്തെ പണിയണമേ. യേശുവേ, എൻ്റെ തകർന്ന സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തണമേ. യേശുവേ, എൻ്റെ അശുദ്ധിയെ നീ സ്പർശിച്ച് എന്നെ നീ വിശുദ്ധനാക്കണമേ. നിൻ്റെ കരസ്പർശനത്തിനായി ഞാൻ കൊതിക്കുന്നു. നീ എന്നെ സഹായിക്കണമേ. എന്നെ രൂപാന്തരപ്പെടുത്തുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ